എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ കുട്ടിക്കാലത്തൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് ഈ സ്വാതന്ത്ര്യദിനം. എന്താണെന്നറിയില്ല, അതൊരു സന്തോഷം എന്ന് പറയുന്നത് അന്ന് ചിലപ്പോൾ അവധിയുള്ളത് കൊണ്ടായിരിക്കാം ആ കുട്ടിക്കാലത്ത് തോന്നിയ ഒരു സന്തോഷം. പക്ഷേ അതിൻ്റെ ഒരു ശരിക്കുള്ള ഒരു കാര്യം നമ്മുടെ കുട്ടികളിൽ എത്തിക്കേണ്ടതാണ്. കാരണം നമ്മളിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ അരക്ഷിതാവസ്ഥയും സുരക്ഷിതമില്ലായ്മയും പിന്നെ എന്താ പറയുക, പല പല സംഘടനകളും പിന്നെ വംശീയമായിട്ടുള്ള പല പല പ്രശ്നങ്ങളും ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ കലഹിക്കുന്ന സമൂഹവും ഒക്കെ കാണുന്ന നമ്മൾ ശരിക്കും നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ നാട് അത് നമ്മളിന്ന് അനുഭവിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യം അത് എന്തുകൊണ്ടാണ് അത് അത്രയും നമുക്ക് ഈ സ്വതന്ത്രമായിട്ട് ഈ രാജ്യത്ത് നമ്മളെങ്ങനെ ജീവിക്കുന്നു, ആ ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ ശരിക്കും ഒരു അറിവ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടോ? നമ്മളതൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളാണെങ്കിൽ ഈ എന്താ പറയുക, നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം അതിൻ്റെ വില അറിയാത്ത ഒരു രീതിയിലാണ് നമ്മുടെ ഒരു ജീവിതം. പക്ഷേ നമ്മുടെ നാട്ടിൽ വളരെ സുരക്ഷിതമായിട്ട് ഇപ്പോൾ നമ്മൾ ഇത്രയും വർഷമൊക്കെ ഒന്നും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു നാടാണ് നമ്മുടെ ഭാരതം. അതിൽ നമുക്ക് അഭിമാനിക്കാം. അതിൽ വളരെയധികം പിന്നെ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത്, അതിന് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ നൽകുന്നത് നമ്മുടെ ആർമി തന്നെയാണ്. അത് എത്ര പറഞ്ഞാലും ആർമിയുടെ ആ ഒരു സേവനത്തെ നമുക്ക് പിന്നെ മറക്കാൻ പറ്റില്ല. അത് നമുക്കൊരു വലിയ ബിഗ് സല്യൂട്ട് തന്നെ നമ്മൾ കൊടുക്കണം. ബിഗ് സല്യൂട്ട് ടു ദ ഇന്ത്യൻ ആർമി. ജയ് ഹിന്ദ്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ടു ഓൾ. ഇത് കേൾക്കുന്ന എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. പിന്നെ സ്വാതന്ത്ര്യദിനം എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഒരു മെസ്സേജ് അയക്കാനും അതുപോലെ അവിടെയും ഇവിടെയൊക്കെ നമ്മൾ പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതിന് മാത്രമായിട്ട് അത് ഒതുങ്ങി നിൽക്കരുത്. നമ്മുടെ ഉള്ളിലാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഒരു സുഖം അനുഭവിക്കേണ്ടത് നമ്മുടെ ഉള്ളിലാണ്. കാരണം മാതൃഭാഷയും മാതൃരാജ്യവും എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് എന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദൻ്റെ ഒരു നാടാണ് നമ്മുടെ ഭാരതം. അപ്പോൾ ആ ഒരു ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി എന്ന് പറയും. ജനനിയും ജന്മഭൂമിയും സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് പറയുന്ന ആ ഒരു മഹാൻ്റെ പാദങ്ങൾ വീണ ഈ നാട് എന്തുകൊണ്ടും പിന്നെ വളരെ ശ്രേഷ്ഠം തന്നെയാണ്. അപ്പോൾ ഇന്നും സ്വാമി വിവേകാനന്ദൻ്റെ ആ ഒരു വാക്കുകളൊക്കെ നമ്മൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ എത്രമാത്രം നമ്മുടെ ആ ഒരു സംസ്കാരത്തെ സ്വാധീനിച്ചു എന്ന് നോക്കണം. അതുപോലെ തന്നെ ഗാന്ധിജിയും ഒരുപാട് പേരുണ്ട്, അത് എടുത്തു പറയുന്നില്ല. അവരുടെയൊക്കെ ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും പിന്നെ ബാലഗംഗാധര തിലക് തുടങ്ങിയ ഒരുപാട് അനവധി പിന്നെ മഹാന്മാർ, അവരുടെ ജീവിതം അത് നമുക്ക് ഈ ഒരു സമയത്ത് ഓർക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സന്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, കിട്ടിയ നമ്മുടെ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണം. ഇന്നിപ്പോൾ ബംഗ്ലാദേശിലേക്കൊക്കെ നമ്മൾ നോക്കൂ, അവിടെയൊക്കെ എന്ത് പേടിച്ചാണ് ഓരോരുത്തർ അവരവരുടെ ഫ്ലാറ്റിലുമൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും, പുറത്ത് പോയാൽ സുരക്ഷിതമാണോ, കുട്ടികൾക്ക് വിദ്യാഭ്യാസം, എന്തെല്ലാം പ്രശ്നങ്ങൾ. അപ്പം നമ്മുടെ മനസ്സിലാണ് സ്വാതന്ത്ര്യം അനുഭവിക്കേണ്ടത്. അപ്പോൾ അത് അനുഭവിക്കുമ്പോൾ തന്നെ നമ്മുടെ സഹജീവികൾക്ക് ഒരു ദോഷം ഉണ്ടാക്കാതെ വേണം നമ്മൾ ജീവിക്കാൻ. എന്താണ് ജീവിതം കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായി ജീവിക്കുക, നമ്മളിലൂടെ ഒരാൾക്ക് പോലും ഒരു ദോഷവും ഉണ്ടാവാത്ത രീതിയിൽ ഓരോരുത്തരും ജീവിക്കുകയാണെങ്കിൽ ഈ ലോകം എന്ത് സുന്ദരമായിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ പറയുന്ന എന്താ പറയുക, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ ആ ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികളെ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യം അതെന്താണ്, അത് എന്നും നമ്മുടെ അയൽ രാജ്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ അവിടത്തേക്ക് തിരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യം ഇത്രയും ശ്രേഷ്ഠമാണെന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടേ. അപ്പോൾ രാജ്യസ്നേഹം ചെറുപ്പത്തിലേ ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളതാണ് ശരിക്കുള്ള ഒരു ജോലി. അത് നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെയും വേണം, നമ്മൾ വീടുകളിലും വേണം.
ഒരു രാജ്യസ്നേഹം അത് നമ്മുടെ വാക്കുകളിൽ നമ്മൾ തന്നെ നമ്മുടെ നാടിനെ മോശമാക്കി കുട്ടികളുടെ അടുത്ത് പോലും സംസാരിക്കരുത്. കാരണം നമ്മുടെ രാജ്യം അതത്രയും ശ്രേഷ്ഠമാണ്. അതിൻ്റെ പാരമ്പര്യം, അതിൻ്റെ സംസ്കാരം, നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് ഭാരതീയ സംസ്കാരത്തിനോട് കിടപിടിക്കാൻ വേറെ ഒരു സംസ്കാരവും ഇല്ല. കാരണം ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ നാനാത്വത്തിൽ ഏകത്വമാണ്. അതായത് പിന്നെ പല ഡൈവേഴ്സിറ്റി, ലാംഗ്വേജസ്, പലതരം ഭാഷകൾ, പലതരം സംസ്കാരങ്ങൾ, പലതരം വേഷങ്ങൾ, പലതരം ഭക്ഷണ പദാർത്ഥങ്ങൾ, പലതരം കലയും സംസ്കാരവും, പലതരത്തിലുള്ള ഭൂപ്രകൃതികൾ. അപ്പം ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ശരിക്കും ഇതിൻ്റെ ഒരു അറിവ് കൊടുക്കുകയും നമ്മുടെ കുട്ടികളെ നമ്മുടെ നാട്ടിൽ തന്നെ നിർത്താൻ അവരുടെ ഉള്ളിൽ ഒരു സംസ്കാരം നമ്മൾ തന്നെ വളർത്തിയെടുക്കണം. അവരിൽ രാജ്യസ്നേഹം ഉണ്ടെങ്കിൽ അവരെവിടെയും പോവില്ല. കാരണം നമ്മുടെ ശക്തി നമ്മുടെ രാജ്യത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെയും വീടുകളിലൂടെയും നമ്മൾ നമ്മുടെ കുട്ടികളിലേക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അവർ ഒരിക്കലും നമ്മുടെ നാട് വിട്ട് വേറെ അന്യ നാടുകളിലേക്ക് പോകാനുള്ള ഒരു പ്രവണത ഉണ്ടാവില്ല. ഇനി അഥവാ പോയാൽ തന്നെ അവർ വേഗം തിരിച്ച് വരികയും വേണം. കാരണം അന്യനാടുകൾ സന്ദർശിക്കുന്നതൊന്നും ദോഷമല്ല, എല്ലാവിടെയും പോയി കുറച്ച് കാലമൊക്കെ ജോലി ചെയ്ത് നമ്മുടെ നാട്ടിലേക്ക് വരണം. പിന്നെ പ്രധാനപ്പെട്ട പഠിത്തമൊക്കെ കഴിഞ്ഞ് നമ്മുടെ അറിവും ഒക്കെ നമ്മളിവിടെ തന്നെ ഏതെങ്കിലും രീതിയിൽ നമ്മളിവിടെ തന്നെ ഉപയോഗിക്കണം. ആ ഒരു ഊർജ്ജമാണ് നമ്മളിങ്ങനത്തെ സ്വാതന്ത്ര്യ ദിനം പോലുള്ള നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിലും ഒക്കെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ കുട്ടികളിലേക്ക്. നമ്മുടെ കുട്ടികൾ അവർ നല്ല ദേശസ്നേഹമുള്ള കുട്ടികളായിട്ട് മാറണം. നമ്മുടെ ആർമിയെ ബഹുമാനിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അത് നമ്മൾ ഓരോ ദിവസവും ആ ഒരു രീതിയാണ് നമ്മൾ വളർത്തിക്കൊണ്ട് വരേണ്ടത്. അപ്പോൾ ഈ സ്വാതന്ത്ര്യം ഇല്ലാത്തൊരവസ്ഥയിൽ മാത്രമേ സ്വാതന്ത്ര്യത്തിൻ്റെ വില അറിയുള്ളൂ. ഇന്നിപ്പോൾ ബംഗ്ലാദേശിലിരിക്കുന്നവർക്ക്, അവിടുത്തെ കുട്ടികൾക്ക്, അവിടുത്തെ അമ്മമാർക്ക് ഒക്കെ മനസ്സിലാവും എന്താണ് സ്വാതന്ത്ര്യമെന്ന്. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് പക്ഷേ എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ ഒരു വലിയ പ്രതിസന്ധികളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ, കാരണം നല്ലൊരു ആർമി നമുക്കുണ്ട്, നല്ലൊരു ശക്തമായൊരു ഭരണ സംവിധാനം നമുക്കുണ്ട്. വളരെ കഴിഞ്ഞ ഒരു 10, 60, 70 ഇപ്പോൾ ഇന്ന് 78ാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം നമ്മുടെ ഭരണ സംവിധാനം വളരെ ശക്തമാണ്, നമ്മുടെ ജനാധിപത്യം വളരെ ശക്തമാണ്. അതിൽ നമ്മൾ അഭിമാനിക്കണം. ആ ഒരു രാജ്യസ്നേഹം നമുക്ക് ഊട്ടിയുറപ്പിക്കാം. നമ്മുടെ ഓരോ കുട്ടികളും ശക്തരാവണം മാനസികമായിട്ടും ഒക്കെ തന്നെ. അതിന് നമുക്ക് പാടാം. ഹോങ്കെ കാമയാബ് ഹോങ്കെ കാമയാബ് ഹോങ്കെ കാമയാബ് ഏക് दिन हो मन में है विश्वास, पूरा है विश्वास, हम होंगे कामयाब एक दिन. मन में है विश्वास, पूरा है विश्वास, हम होंगे कामयाब एक दिन. हो मन में है विश्वास, पूरा है विश्वास, हम होंगे कामयाब एक दिन. ഞാൻ പണ്ട് നാഷണൽ സർവീസ് വോളണ്ടിയറായിട്ട് എൻ്റെ MSc ഒക്കെ കഴിഞ്ഞ കാലത്ത് ആദ്യമായിട്ട് ചേർന്ന ഒരു ചെറിയ ഒരു ജോലിയുമാണ്, ഒരു സേവനവുമാണ്. ഇപ്പോഴും ആ സംഘടനയുണ്ട്. അതൊരു നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൻ്റെ താഴെ വരുന്ന മന്ത്രാലയത്തിലാണ്, യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് എന്ന മന്ത്രാലയത്തിലാണ് അതുള്ളത്. ആ നെഹ്റു യുവകേന്ദ്ര ഒരുപാട് ഇങ്ങനെ യുവജനങ്ങളുടെ അവർക്ക് പരിശീലനം നൽകുക, അതൊക്കെ ചെയ്യുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ എനിക്ക് അതിനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ആ സംഘടന നെഹ്റു യുവകേന്ദ്രയിലൂടെ നാഷണൽ ഇൻ്റഗ്രേഷൻ ക്യാമ്പുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ നോർത്തിലൊക്കെ, അതിനൊക്കെ ഉള്ള അവസരം എൻ്റെ ആ ഒരു MSc ഒക്കെ കഴിഞ്ഞ ആ ഒരു കാലത്ത് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ നാട്ടിലെ ഇങ്ങനെയുള്ള ക്യാമ്പുകളിൽ നമ്മുടെ യുവജനങ്ങൾ പങ്കെടുക്കണം. കാരണം അപ്പോഴേ നമ്മുടെ ദേശത്തോടുള്ള ഒരു സ്നേഹവും അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അതിന് കഴിയട്ടെ. ഇനി അതല്ലെങ്കിൽ തന്നെ ഇന്ന് ഒരുപാട് മാധ്യമങ്ങളുണ്ട്, നമുക്ക് എല്ലാ തരത്തിലുള്ള അറിവുകളും നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് പറ്റുന്ന ഒരു ചെറിയ ഒരു സ്റ്റെപ്പെങ്കിലും നമ്മൾ വയ്ക്കാൻ എല്ലാ തരത്തിലും ശ്രദ്ധിക്കുക. നമ്മുടെ
രാഷ്ട്രത്തിനെ മാനിക്കുക, നമ്മുടെ ജവാന്മാരെ റെസ്പെക്റ്റ് ചെയ്യുക, ബഹുമാനിക്കുക, നമ്മുടെ സുരക്ഷിതത്വത്തിൽ അഭിമാനിക്കുക. ജയ് ഹിന്ദ്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. ജയ് ഹിന്ദ്.